നവതിയുടെ നിറവിൽ നിൽക്കുന്ന എം.ടി. വാസുദേവൻ നായർക്ക് ആദരവർപ്പിച്ച് എറണാകുളം പബ്ലിക് ലൈബ്രറി പ്രവർത്തകർ. ജ്ഞാനപീഠ ജേതാവും ബഹുമുഖ പ്രതിഭയുമായ എം.ടിയുടെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് കോളേജ് തലത്തിൽ നടത്തിയ ചെറുകഥ മത്സര വിജയികൾക്ക് പ്രശസ്ത കഥയെഴുത്തുകാരനായ എസ് ഹരീഷ് സമ്മാനങ്ങൾ നൽകി. എറണാകുളം പബ്ലിക് ലൈബ്രറി പ്രവർത്തകരാണ് നവതി ആഘോഷിക്കുന്ന ജ്ഞാനപീഠ ജേതാവും ബഹുമുഖ പ്രതിഭയുമായ എം.ടി. വാസുദേവൻ നായർക്ക് ആദരവ് അർപ്പിച്ചത്. എം.ടി. നവതി പ്രമാണിച്ച് കോളേജ് തലത്തിൽ നടത്തിയ ചെറുകഥാരചനാ മത്സരത്തിന്റെ സമ്മാനദാനവും കേരളത്തിലെ 27 പുത്തൻ ചെറുകഥാ രചയിതാക്കളുടെ രചനകളും വേദിയിൽ അവതരിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ പ്രശസ്ത കഥയെഴുത്തുകാരനായ എസ് ഹരീഷ് ചെറുകഥയുടെ വർത്തമാനം, എം.ടിയുടെ സാഹിത്യ ജീവിതം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ഒരു കഥ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആഴ്ചകളോളം ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യുക, ആഴ്ചകളോളം പരസ്പരം വിളിച്ച് ചർച്ച ചെയ്യുക, ഓൺലൈൻ ചർച്ചകളല്ല ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുക, അങ്ങനെ ഒരു പക്ഷെ നടക്കുന്ന അപൂർവം, ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്നും കേരളമാണ് ഞാൻ വിചാരിക്കുന്നു. ദൃശ്യകലയിലും സാഹിത്യത്തിലും പത്രപ്രവർത്തനത്തിലും എന്നുവേണ്ട ഇറങ്ങിയ എല്ലാ രംഗങ്ങളിലും വിജയപതാക പാറിച്ച ചരിത്രമുള്ള എം.ടി കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളെന്ന് എസ് ഹരീഷ് പ്രസ്താവിച്ചു. പബ്ലിക് ലൈബ്രറി സെക്രട്ടറി കെ.പി. അജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CICC ബുക്ക് മാനേജർ ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. കഥാമത്സരത്തിലെ വിജയികളായ DP അഭിജിത്ത്, അപർണ ആരുഷി, ഷാഫി പൂവത്തിങ്കൽ എന്നിവർ എസ് ഹരീഷിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതും വമ്പിച്ച വിലക്കുറവിൽ. ഇനി വിവിധ ഷോപ്പുകളിൽ കയറി സമയം കളയണ്ട. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്ട്സുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്.